നമസ്കാരം. ഇന്ന് PTA നേതൃത്വത്തിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മുടെ SSLC പാസ് ഔട്ടായ കുട്ടികൾക്ക് വേണ്ടി നടക്കുകയാണ്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ MV ഷാജി അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് അടുത്തതായിട്ട് നമ്മുടെ ഹെഡ് മിസ്ട്രസ് പ്രീത P രവീന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നത് നമ്മുടെ പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായ സാജൻ മാസ്റ്ററാണ്. മാസ്റ്ററെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് ശരിയായ സ്ട്രീം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PTA നേതൃത്വത്തിൽ ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ കോഡ്, നമ്മുടെ SNGS ഹയർ സെക്കൻഡറിയിലെ കോഡ് 8211 കമ്പ്യൂട്ടർ സയൻസും കൊമേഴ്സും ബാച്ചുകൾ നമ്മൾ 24/7/2020 മുതൽ 10 മണി തൊട്ട് 4 മണി വരെ ഫ്രീ ആയി ഓൺലൈൻ അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നതാണ്. ആ സൗകര്യം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സാജൻ മാഷ്, വേദിയിലെ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ, HM പ്രീത ടീച്ചർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, COVID-19 മഹാമാരി നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നാം ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. 2019-20 വർഷത്തെ PTA ചാർജ് എടുത്തപ്പോൾ ഒരു വർഷക്കാലത്ത് നമ്മുടെ വിദ്യാലയത്തിനകത്ത് നമ്മുടെ വിദ്യാലയത്തെ മികവിൻ്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു വർഷക്കാലത്തേക്കുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി SSLCയിൽ മികച്ച വിജയം നമ്മുടെ സ്കൂളിനകത്ത് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് എന്തായാലും SSLC പാസ്സായതിനു ശേഷം നമ്മളുടെ ഭാവി എങ്ങോട്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ സാജൻ, പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ PTAയുടെയും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെയും ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. SSLC കഴിഞ്ഞ കുട്ടികൾക്ക് ചെറിയ അളവിൽ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാമാരിയുടെ ഒരു ദുഃഖത്തണലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഇത്തരത്തിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നിട്ടുള്ളത്. ഒരു ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ള നിലയിൽ അതിനെ പരിമിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ ഒരു എളിയ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. SSLC നമുക്കറിയാം കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പം അതിന് വലിയൊരു പരിവേഷങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന പരീക്ഷ. മാധ്യമങ്ങളായാലും വലിയ രീതിയിൽ അതിനെ ഘോഷിക്കുന്നുണ്ട്, വലിയൊരു കടമ്പ എന്നുള്ള നിലയിൽ. പക്ഷേ വ്യക്തിപരമായി ഹയർ സെക്കൻഡറി മേഖലയിൽ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അത്രയും വലിയൊരു കടമ്പയല്ല. അത് കുട്ടികൾക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ ബോധ്യമാവും. അത്ര വലിയൊരു കടമ്പയല്ല ഈ ഒരു SSLC എന്ന് പറയുന്നത്. SSLCക്ക് ശേഷമുള്ള കടമ്പകൾ ഒരു പക്ഷെ കുറച്ചും കൂടെ നിങ്ങളെ യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിലേക്ക് കുറച്ചും കൂടെ അടുപ്പിക്കുന്ന കോഴ്സുകളിലേക്കാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ SSLC ഒരുപാട് മാർക്കുകൾ കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഫുൾ A+ ഉണ്ടാവും, അതിനടുത്ത ഗ്രേഡുകളൊക്കെ കിട്ടിയിട്ടുള്ള അതിൻ്റെ വലിയൊരു വിജയാഹ്ലാദം. എല്ലാവർക്കും അതിൻ്റെ വലിയ അനുമോദനങ്ങൾ ഞാൻ തരുകയാണ്. പക്ഷേ കുറേ കൂടെ യാഥാർത്ഥ്യബോധത്തോടെ കാണാനായിട്ട് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഈ ഒരു കോഴ്സിൻ്റെയും ഉദ്ദേശം. SSLC കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട, പ്രത്യേകിച്ചും അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമാണ്. SSLC കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഭിരുചിക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ എല്ലാവരും ഒഴുകുന്ന ഒരു ഒഴുക്കിനോടൊപ്പം ഒഴുകുക എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഒരു സാധ്യതകൾ എന്ത്, നമ്മുടെ അഭിരുചി എന്ത്, അത് സ്വയം ചിന്തിക്കുകയും നമ്മളുടെ അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങളിൽ കൂടെ അറിഞ്ഞ് എല്ലാം കൂടി സമന്വയിച്ച് വേണം നമ്മളൊരു
വഴി തിരഞ്ഞെടുക്കാനായിട്ട്. അതിന് എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതിൻ്റെ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ലളിതമായ ചിലത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചില കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, 6 മാസത്തേക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ലഭ്യമാണ്. 1 കൊല്ലത്തെ ചെറിയ കോഴ്സുകൾ ലഭ്യമാണ്. 3 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സുകൾ ലഭ്യമാണെന്ന് പറയുമ്പോൾ അതിനുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വരാം. അപ്പോൾ ITIകളിൽ സാങ്കേതികമായിട്ട് അഭിരുചിയുള്ള കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ITIകളിൽ ഇത്തരത്തിലുള്ള 1 കൊല്ലത്തെ കോഴ്സും 2 കൊല്ലത്തെ കോഴ്സുകളൊക്കെ ലഭ്യമാണ്. പല പല ട്രേഡുകൾ അവിടെ, പ്ലംബറുടേതും ഫിറ്ററുടേതും ഇലക്ട്രീഷ്യൻ്റേതും അത്തരത്തിലുള്ള കുറേയേറെ കോഴ്സുകൾ, സർവേയറുടെയൊക്കെ കുറേയേറെ കോഴ്സുകൾ അത്തരത്തിൽ IT പോലുള്ള സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. SSLC കഴിഞ്ഞാലത്തെ സ്ട്രീമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിപ്ലോമ കോഴ്സുകൾ. 3 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സുകൾ പോളിടെക്നിക്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കോഴ്സുകളാണ്. വലിയ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതലും പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് 99% കുട്ടികളും ഇന്നിപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷമാണ്, സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണ് പ്രധാനമായിട്ട് ഡിപ്ലോമ കോഴ്സിനെ ആശ്രയിക്കുന്നത്. അത് ഈ 11ാം ക്ലാസ്സിൽ നടക്കുന്നത് പോലെ ഏകജാലക സംവിധാനമായിട്ടാണ് ഇതിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. ഒരുപാട് ട്രേഡുകളുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പ്രിന്റിംഗ് ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഒട്ടനവധി ബ്രാഞ്ചുകൾ, കമ്പ്യൂട്ടർ സയൻസ്, ഒട്ടനവധി ബ്രാഞ്ചുകൾ ഈ ഡിപ്ലോമ കോഴ്സിന് വരുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന മാർക്ക് നേടാം. ഇന്നിപ്പോൾ BTECനേക്കാൾ ഏറെ സാധ്യത ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമക്കാർക്കാണ്, ഡിപ്ലോമ നേടിയ കുട്ടികൾക്കാണ്. അപ്പോൾ അത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ +2 കഴിഞ്ഞവർക്കാണ് കൂടുതൽ സാധ്യത പഠിച്ചെടുക്കാനും മികവ് തെളിയിക്കാനും. പിന്നെ ഡിപ്ലോമ ചെയ്താലത്തെ ഒരു മെച്ചം എന്താ വെച്ചാൽ, ഡിപ്ലോമ ചെയ്തവർക്ക് ലാറ്ററൽ എൻട്രി എടുത്തിട്ട് BTECന് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഡിപ്ലോമ കോഴ്സിനെ സംബന്ധിച്ച് പറയാം. അടുത്തതായി SSLC കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഒരു സംവിധാനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ്, തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറിയാണ്. സമീപത്തെ ഒട്ടുവളരെ സ്കൂളുകളിൽ അത്തരത്തിലുള്ളൊരു സംവിധാനവും നിലവിലുണ്ട്. ഹയർ സെക്കൻഡറി തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഡിഗ്രിക്കും മറ്റു കോഴ്സുകൾക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലി സാധ്യതയും ഉപരിപഠന സാധ്യതയും ഒക്കെ ഒന്ന് കാര്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ലഭ്യമായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതാണ് കൂടുതൽ നമ്മുടെ സമീപത്തെ സ്കൂളുകളിൽ കാണുന്നത്. ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സ് ഉണ്ട്, പൗൾട്രി സയൻസ് ഉണ്ട്, വെറ്റിനറി സയൻസ്, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് വരുന്നുണ്ട്, പ്രിന്റിംഗ് ടെക്നോളജി ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ VHSC കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബയോളജി പഠിക്കുന്ന സ്ട്രീമാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എൻട്രൻസ്, അതായത് നീറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ബയോളജി ഓപ്ഷണലായിട്ട് വരാത്ത കോമ്പിനേഷനാണ് VHSC നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കീം എഴുതാം. BTECന്റെ പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം എഴുതാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ PSCയുടെ അംഗീകാരമുള്ള ചില തസ്തികകളിലേക്കെങ്കിലും നമുക്ക് അപേക്ഷ നൽകുവാനും അധികം പഠിച്ച് ബുദ്ധിമുട്ടാതെ നമുക്ക് ജോലി തരപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് ഏറ്റവും കുട്ടികൾ ചേരുന്ന വളരെയേറെ സാധ്യതകൾ പറയാവുന്ന മേഖലയാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി പ്രധാനമായും 3 സ്ട്രീമുകളായിട്ടാണ് കേരളത്തിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇതിൽ ഓരോന്നും എടുത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 കോമ്പിനേഷനുകളായിട്ടാണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി സംവിധാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവിൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, 6 പേപ്പറുകളാണ് വരുന്നത്. 1ാം ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ്, 2ാം ഭാഷയായിട്ടുള്ള മലയാളം അല്ലെങ്കിൽ ഹിന്ദി, സംസ്കൃതം, അറബിക്ക് ഏതെങ്കിലും ഒന്ന്, 4 ഓപ്ഷണലുകൾ. ഇതിൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 9 കോമ്പിനേഷനുകൾ സാധ്യമാണ്. 9 ഞാൻ എടുത്തു പറയാൻ നിൽക്കുന്നില്ല. വളരെ കോമൺ ആയി നമ്മുടെ അടുത്ത സ്കൂളുകളിൽ കാണുന്നത്, ഒരു 90%-ലേറെ സ്കൂളുകളിൽ വരുന്നത്
ബയോളജി സയൻസ് കോമ്പിനേഷനാണ്. അതിൽ ആ ലാംഗ്വേജിൻ്റെ 2 പേപ്പറുകൾ കഴിഞ്ഞാൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ്. രണ്ടാമത് വളരെ കൂടുതലായി സ്കൂളുകളിൽ കാണുന്നത്, നമ്മുടെ ഈ സ്കൂളിൽ അടക്കം കാണുന്നത് കമ്പ്യൂട്ടർ സയൻസ് വരുന്ന കോമ്പിനേഷനാണ്. അതിൽ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ഓപ്ഷണൽസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ കോമ്പിനേഷനായി. സയൻസ് നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നതാണ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ ഒരു ആശ്രിതത്വമില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല. നമ്മുടെ ഉള്ളിലും ഉറക്കത്തിലും എല്ലാറ്റിലും ജീവവായുവിൽ വരെ നമ്മളെ സ്വാധീനിക്കുന്നതാണ് സയൻസ്. അപ്പോൾ ശാസ്ത്ര പഠനത്തിനായിട്ടുള്ള വലിയ സാധ്യതകളാണ് ഇത് ഒരുക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സയൻസ് കോമ്പിനേഷൻ തിരഞ്ഞെടുത്താൽ നമുക്ക് എന്തൊക്കെ മേഖലകളിലേക്ക് പ്രവേശിക്കാം എന്നതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ അതിലേറ്റവും കോമൺ ആയിട്ട് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഡിഗ്രിയാണ്. ഡിഗ്രി BSc ബാച്ചലർ ഓഫ് സയൻസ്. ഒരുപാട് സബ്ജക്ട്സ് ഇന്ന് സാധാരണ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ലഭ്യമാണ്. മെയിൻ സബ്ജക്റ്റായിട്ട് ഫിസിക്സ് വരുന്ന, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയിലെ സുവോളജി, ബോട്ടണി, ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇത്തരം സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാവുന്നതായിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡിപ്ലോമ കോഴ്സ്. കൂടുതൽ ഈ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഡിപ്ലോമയ്ക്ക് ഈ മറ്റേ +2 സയൻസ് കഴിഞ്ഞിട്ട് ചേരുന്നത്. പിന്നീട് വരുന്നതാണ് എൻജിനീയറിംഗ് സ്ട്രീം, BTech. ഇന്നിപ്പോൾ കേരളത്തിൽ BTech പ്രവേശനത്തിനായിട്ട് കീം പരീക്ഷയാണ്. കീം പരീക്ഷ കേരള ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയാണ്. ഇനി മറ്റൊന്ന് എൻജിനീയറിംഗ് പ്രവേശനത്തിന്, BTech പ്രവേശനത്തിന് അഖിലേന്ത്യാ തലത്തിൽ കുറേ കൂടെ പ്രീമിയർ ആയിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇന്നിപ്പോൾ അവലംബമായിട്ടുള്ളത്. അത് 2 ഘട്ടങ്ങളായിട്ട് നടക്കും. JEE ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ആദ്യ ഘട്ടത്തിൽ വന്ന് മെയിൻ പരീക്ഷയായിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു 1-1.5 ലക്ഷത്തോളം കുട്ടികളെയാണ് അഡ്വാൻസ്ഡ് കോഴ്സിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഈ അഡ്വാൻസ്ഡിൻ്റെ സ്കോറിനെയും ഒപ്പം +2 എന്ന യോഗ്യതാ പരീക്ഷയുടെ സ്കോറിനെയും ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ എന്ന് പറയാവുന്ന IIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIST, IISER പോലുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് സെലക്ട് ചെയ്യണം. അവിടെ പ്രധാനമായും BTech ആണ്. ഒപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ്, അത്തരത്തിലുള്ള ഒട്ടനവധി കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. പൊതുവിൽ BTech പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഡിപ്ലോമയിൽ നമ്മൾ പറഞ്ഞതുപോലെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അത്തരത്തിലുള്ള ഒട്ടനവധി ബ്രാഞ്ചുകൾ ലഭ്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ അഭിരുചിക്കനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ടെക്നിക്കൽ കോഴ്സുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ. ഇന്നിപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള കോഴ്സുകൾ കേരളത്തിൽ അത് ആ ഒരു കോഴ്സ് ആരംഭിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ സ്റ്റഡീസ്, അത്തരത്തിലുള്ള ഒട്ടനവധി കോഴ്സുകൾ, ആധുനികമായിട്ടുള്ള ബ്രാഞ്ചുകളും ഇന്ന് ലഭ്യമാണ്. അതൊക്കെ ഈ സയൻസ് സ്ട്രീമിൻ്റെ വലിയ സാധ്യതയാണ്. ഇനിയിപ്പോൾ +2 കഴിഞ്ഞാൽ സയൻസുകാർക്ക് ലഭ്യമായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അതിൽ നിന്നിപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പ്രധാന പരീക്ഷയാണ് അവലംബമായിട്ടുള്ളത്. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന നീറ്റ് പരീക്ഷ. അതിലൂടെയാണ് ഇന്ന് സംസ്ഥാനങ്ങളിലെ ആയാലും അഖിലേന്ത്യാ കോട്ടയിലേക്കായാലും ഒക്കെയുള്ള MBBS പ്രവേശനം, BDS പ്രവേശനം, ആയുർവേദത്തിൻ്റെ BAMS, ഹോമിയോപ്പതിയുടെ BHMS, അത്തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് മുഴുവൻ ഈ നീറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവേശനം നടക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ ആണെന്നുണ്ടെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോഴ്സുകൾ, BVSC, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറി സയൻസ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്കും ഈ നീറ്റ് പരീക്ഷയെ അവലംബമാക്കിയിട്ടാണ് നടക്കുന്നത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു, MBBS അതുപോലെ
മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വലിയ സാധ്യതയുണ്ട്. പഴയ രീതിയിൽ നമ്മൾ പറയും MBBS വെറുതെ കഴിഞ്ഞിട്ട് എന്താണ് കാര്യം, MD അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനോ ഒന്നും ഇല്ലെങ്കിൽ വ്യർത്ഥമല്ലേ എന്നുള്ള നിലയിൽ പറയാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ആ പശ്ചാത്തലം വല്ലാതെ മാറിയിരിക്കും. MBBSനും നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കും ഒക്കെ വലിയ സാധ്യതയുണ്ട്. BSc നഴ്സിംഗും ഒപ്പം തന്നെ ഈ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾ പരിശ്രമിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും നീറ്റ് പരീക്ഷ, സയൻസിൽ അഭിരുചിയുള്ളവർ നീറ്റ് പരീക്ഷ ഉത്സാഹിച്ച് എഴുതേണ്ടതാണ്. നല്ല സ്കോർ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഈ അനുബന്ധ കോഴ്സുകളിൽ MBBS അനുബന്ധ കോഴ്സുകളിൽ നമുക്ക് പ്രവേശനം ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കാവുന്ന കുട്ടികൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, +2 സ്കോറിനെ ബേസ് ചെയ്തിട്ടും ചില കോഴ്സുകളുണ്ട്. BSc നഴ്സിംഗ്, പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, സ്പീച്ച് തെറാപ്പി, ഇത്തരത്തിലുള്ള കോഴ്സുകൾ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ മറ്റൊക്കെ വലിയ സാധ്യതയുള്ളതാണ്. കുട്ടികൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിൽ കരുതുന്നത് നന്നാണ്. ഇനി +2 സ്ട്രീമിൽ അടുത്തതായിട്ട് വരുന്നത് കൊമേഴ്സാണ്. കൊമേഴ്സ് വലിയ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സയൻസിൻ്റെ അത്രയ്ക്കൊന്നും പറയാനില്ല. അത്രയേറെ വിപുലമായ കോഴ്സുകൾ ഈ കൊമേഴ്സ് മേഖലയിൽ ലഭ്യമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ ഞാൻ 9 കോമ്പിനേഷനുകൾ സയൻസിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊമേഴ്സിൽ വരുന്നത് 4 കോമ്പിനേഷനുകൾ മാത്രം. അതിൽ പ്രധാനമായും നമ്മളുടെ സമീപത്തെ സ്കൂളുകളിലൊക്കെ വരുന്നത് 4 ഓപ്ഷനുകൾ, ലാംഗ്വേജുകൾ കഴിഞ്ഞ് 4 ഓപ്ഷനുകൾ പ്രധാനമായും വരുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇക്കണോമിക്സ്. ഈ സ്ട്രീം തിരഞ്ഞെടുത്താൽ നമുക്ക് പ്രധാനമായും മുന്നിലുള്ള പ്രധാന മേഖല BCom ആണ്, ബാച്ചുലർ ഓഫ് കൊമേഴ്സ് ആണ്. അതിനെ തുടർന്ന് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CA, CMA, കമ്പനി സെക്രട്ടറിഷിപ്പ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, തുടർന്ന് നമുക്ക് MBA ഒക്കെ സെലക്ട് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൊമേഴ്സ് അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക്, ഒരുപാട് ദൃഢനിശ്ചയത്തോടു കൂടി പഠിച്ച് മുന്നേറാൻ തയ്യാറുള്ള കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറെ ആകർഷകമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നതും കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരുമാതിരി പ്രധാന കമ്പനികളിലെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്. 5 കോടി കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കമ്പനി സെക്രട്ടറി വളരെ അവശ്യ ഘടകമാണ്. അതിന് ഒരുപാട് സാധ്യതയുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സായിട്ടും തുടർന്നുള്ള എക്സിക്യൂട്ടീവ് കോഴ്സായിട്ടും പ്രൊഫഷണൽ പ്രോഗ്രാമുമായിട്ടും നീണ്ടു കിടക്കുന്ന ഒരു കോഴ്സ് പ്രോഗ്രാമാണത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം. അടുത്തതായി ഏകജാലക പ്രവേശനത്തിലൂടെ വരുന്നത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ്. ഇതിപ്പോൾ നമ്മൾ 3ാമത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് സാധ്യത കുറവ് എന്നുള്ള അർത്ഥമില്ല. കൂടുതൽ സാധ്യത അതിന് തന്നെയാണെന്ന് പറയും. മാനവീയ വിഷയങ്ങളാണ്. അതിൻ്റെ സാധ്യത തന്നെ അതിൽ കോമ്പിനേഷനുകളുടെ എണ്ണം വെളിപ്പെടുത്തുന്നുണ്ട്. 32 കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. സയൻസിന് 9 പറഞ്ഞ സ്ഥാനത്ത്, കൊമേഴ്സിന് 4 പറഞ്ഞ സ്ഥാനത്ത്, ഹ്യൂമാനിറ്റീസിൽ 32 കോമ്പിനേഷനുകൾ വരുന്നുണ്ട്. പലതും വളരെ നൂതനമായ കോമ്പിനേഷനുകളാണ് എന്ന് പറയേണ്ടതുണ്ട്. അപ്പം അതിൽ വളരെ കോമൺ ആയിട്ട് വരുന്നത്, നമ്മുടെ സമീപത്തെ സ്കൂളുകളിൽ ഒക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നത് 4 ഓപ്ഷനുകളിൽ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. പല സ്കൂളുകളിലും ഈ ജോഗ്രഫിയുടെ സ്ഥാനത്ത് വേറെ പല സബ്ജക്ട്സ് വരുന്നുണ്ട്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ജിയോളജി, സൈക്കോളജി ഇത്യാദി. ആ 4ാം ഓപ്ഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നൂതനമായിട്ടുള്ള ചില കോമ്പിനേഷനുകൾ ഈ ഹ്യൂമാനിറ്റീസിൽ വരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മറ്റേ സോഷ്യോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, ഇത്തരത്തിൽ വളരെ സാധ്യതയുള്ള കോമ്പിനേഷനുകൾ അപൂർവം ചില സ്കൂളുകളിലെങ്കിലും വരുന്നു. ഇനി ഹ്യൂമാനിറ്റീസിന്റെ സാധ്യത നേരത്തെ സയൻസിനോ കൊമേഴ്സിനോ പറഞ്ഞതുപോലെ
ഒരൊറ്റ സ്ട്രീമിലേക്ക് നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നിവൃത്തിയില്ല. ഡിഗ്രി ചെയ്യാൻ നമുക്ക് അനവധി കോഴ്സുകളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, നമ്മൾ സെലക്ട് ചെയ്യണത് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളം, പിന്നെ മറ്റൊന്ന് പൊളിറ്റിക്സ്, ഫിലോസഫി, സൈക്കോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പല മേഖലകളിലേക്ക് നമുക്ക് ഡിഗ്രി ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ ബിരുദാനന്തര ബിരുദം ചെയ്ത് PhD പോലുള്ളതിലേക്കൊക്കെ പോകാനും ഡിഗ്രി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലെ വിഭവങ്ങളുടെ അല്ലെങ്കിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള റിസോഴ്സുകളുടെ ഒരു സാന്നിധ്യവും അക്കാര്യത്തിൽ വളരെയേറെ പ്രധാനമാണ്. ഇനിയിപ്പോൾ ഏത് സ്ട്രീമിലൂടെ ആയാലും ഡിഗ്രി ചെയ്താൽ, അതിപ്പോൾ BTech ആയിക്കോട്ടെ, സാധാരണ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, നമ്മൾക്ക് എഴുതാവുന്ന വലിയൊരു മത്സര പരീക്ഷയുണ്ട്. ലോകം നമിക്കുന്ന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. UPSC നടത്തുന്ന, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസസ് പരീക്ഷ. ഇന്നിപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇക്കൊല്ലം നടത്തിയിട്ടുള്ള KS പരീക്ഷ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ, ഒരു ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നിയമനം ലക്ഷ്യമിടുന്ന പരീക്ഷകളാണ് ഇത് രണ്ടും. ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ കളക്ടർ ഉൾപ്പെടെയുള്ള സുപ്രധാന തസ്തികകളിലേക്കുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഫോറസ്റ്റ് സർവീസ് വേറൊരു പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇങ്ങനെ ഒരുപാട് തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ ഈ സിവിൽ സർവീസ് പരീക്ഷയിലൂടെ നടക്കും. ഇനിയിപ്പോൾ കേരളത്തിൽ നടക്കുന്ന KS പരീക്ഷയാണെന്നുണ്ടെങ്കിൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ, അതിൻ്റെ ഒരു പ്രിലിമിനറി പരീക്ഷ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിലൂടെ കേരളത്തിലെ ഔദ്യോഗിക ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന നിയമനമാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ഈ KS കിട്ടി നമ്മുടെ ഈ സ്റ്റേറ്റ് സർവീസിൽ കയറുന്ന ഉദ്യോഗസ്ഥർക്ക് 5 കൊല്ലം അല്ലെങ്കിൽ അവരുടെ സീനിയോറിറ്റി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മുറയ്ക്ക് സിവിൽ സർവീസിലേക്ക് പ്രവേശനത്തിനുള്ള സാധ്യത. അപ്പോൾ കുട്ടികൾ വളരെയേറെ അംബീഷ്യസ് ആയിട്ട് അവനവന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കണമെന്നും വളരെയേറെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡിഗ്രിയൊക്കെ നന്നായി പഠിച്ച് PG ഒക്കെ നന്നായി ചെയ്ത് ഒരുപാട് പൊതുവിജ്ഞാനമൊക്കെ ആർജിച്ച് ഇത്തരത്തിലുള്ള അത്യുന്നതമായിട്ടുള്ള പരീക്ഷകൾ, സിവിൽ സർവീസ് പരീക്ഷ, അതുപോലെ കേരള ഗവൺമെന്റ് നടത്തുന്ന KS പരീക്ഷ എഴുതാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഷാജി MP, ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഹിന്ദു ടീച്ചർ, പെരുങ്ങോട്ടുകര സ്കൂളിലെ പ്രിൻസിപ്പളായ സാജൻ മാഷ് ഇവിടെ വളരെ മനോഹരമായി നമുക്ക് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുത്തു. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടുകയാണ്. സാറ് ഇവിടെ വന്നതിൽ